Hello all. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോട്ടോസിന്തസിസ് ആണ്. ഓക്കെ, പ്ലാന്റ് ഫിസിയോളജിയുടെ നെക്സ്റ്റ് ചാപ്റ്റർ ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം it's a physiochemical process by which green plants use light energy to synthesize organic compound. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് ഫോട്ടോസിന്തസിസ് എന്താണ്. ലൈറ്റ് എനർജി വെച്ചിട്ട് പ്ലാന്റ്സ് എന്താ പറയുക ഓർഗാനിക് കോമ്പൗണ്ട്സ്, അതായത് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്. അൾട്ടിമേറ്റ്ലി ഓൾ ലിവിംഗ് ഫോംസ് ഡിപ്പെൻഡ് ഓൺ സൺലൈറ്റ് ഫോർ എനർജി. Then importance of photosynthesis. It is the primary source of all food on earth. It releases oxygen into the atmosphere. Food കിട്ടും, അതുപോലെ തന്നെ ഓക്സിജൻ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ്. Then അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റ്സ് ആണ്. വെരിഗേറ്റഡ് ലീഫ് എക്സ്പെരിമെന്റ് എന്ന് പറയും. അതിന്റെ വെരിഗേറ്റഡ് ലീഫ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, വെരിഗേറ്റഡ് ലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഫിന്റെ പോർഷൻസ്, പാച്ചസ് ആയിട്ടുള്ള ലീഫ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ക്രോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒക്കെ, അതായത് ഒരു ലീഫിൽ തന്നെ പല കളർ ഉള്ള ലീഫാണ്. ഇതിന് യെല്ലോയും ഗ്രീനും ഒക്കെ ആയിട്ടുള്ള ലീഫാണ്. അതിലെ ഗ്രീൻ ഏരിയയിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രീൻ ഏരിയയിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നതെന്നാണ് മനസ്സിലായത്. ദെൻ ഹാഫ് ലീഫ് എക്സ്പെരിമെന്റ് ഉണ്ട്. ദെൻ എക്സ്പെരിമെന്റ്സ് ബൈ ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ ഡിസ്കവർ ചെയ്തത് 1774. അതുപോലെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു മൗസും ഒരു ക്യാൻഡിൽ കത്തിക്കുകയും വെച്ചിട്ട് അതിനെ ഒരു എന്താ പറയാ ജാറിൽ ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പൊ ഈ എന്താ പറയാ മൗസ് ചത്തുപോയി. നെക്സ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പ്ലാന്റ് കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്ലാന്റ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മൗസ് ചത്തില്ല, അത് ജീവിച്ചു. ഓക്കെ, ഹൈപ്പോത്തസിസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സ് റീസ്റ്റോർ ടു ദ എയർ whatever breathing animals and burning candles remove. Okay, then Julius von Sachs ആണ് പ്രൂവ് ചെയ്തത് ഗ്ലൂക്കോസ് is produced when plants grow and it is usually stored as starch. Okay, starch ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. Then chlorophyll is located in special bodies that is chloroplast. Then glucose is made in the green parts of the plant. Okay, C.W. Engelmann ആണ് എന്താ പറയാ ഡിസ്ക്രൈബ് ആക്ഷൻ സ്പെക്ട്രം, ഫോട്ടോസിന്തസിസിന്റെ ആക്ഷൻ സ്പെക്ട്രം ഡിസ്ക്രൈബ് ചെയ്തത്. Okay, by the middle of 19th century it is discovered that plants use light energy to make carbohydrates from carbon dioxide and water. Empirical equation of the process of photosynthesis: carbon dioxide plus water in the presence of light gives rise to carbohydrate plus oxygen, where CH2O represents a carbohydrate, example glucose. Then Van Niel's experiment ആണ് some studies in purple and green bacteria. He demonstrated that photosynthesis is a light dependent reaction where hydrogen from a suitable oxidizable compound reduces carbon dioxide to carbohydrates. അതായത് അദ്ദേഹം കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ചാൽ, വാൻ നീൽ എന്നൊരു മൈക്രോബയോളജിസ്റ്റ് ആണ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ലൈറ്റ് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അതായത് ലൈറ്റിന്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡിന് എന്താ പറയാ ഹൈഡ്രജൻ അഡീഷൻ നടന്നിട്ട് അതായത് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് റിഡക്ഷൻ നടന്ന് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, then ഇനിയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോട്ടോസിന്തസിസ് സൈറ്റ് ആൻഡ് പിഗ്മെന്റ്സ്. ഓക്കെ, നമുക്കറിയാം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ലീഫിലാണ്, ഗ്രീൻ പ്ലാന്റ്സിൽ green leaves-ലാണ്. Photosynthesis takes place in green leaves and the green parts of the plant. Okay, chloroplast present in the walls of mesophyll cells of leaves. It helps to get optimum quantity of incident light.
Okay, chloroplast mesophyll cells chloroplast ഉണ്ടാവുക. Chloroplast contain a membranous system. It contains grana, stroma, lamellae and fluid stroma. Okay, ഇത്രയും കാര്യങ്ങൾ ക്ലോറോപ്ലാസ്റ്റിലും ഉണ്ട്. ഓക്കെ, ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഇന്റീരിയർ ആയിട്ടുള്ള ലൂമ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇന്നർ ആയിട്ടുള്ള ആ ഒരു എന്താ പറയാ മെംബ്രെയിൻ, ഒരു മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്, ഡബിൾ മെംബ്രെയിൻ സ്ട്രക്ചർ ആണ്. അതായത് ഇന്നർ മെംബ്രെയിനും ഔട്ടർ മെംബ്രെയിനും ഉണ്ട്. അകത്തുള്ള ആ ഒരു ലിക്വിഡ് ഫോമിലുള്ളതിനെയാണ് സ്ട്രോമ എന്ന് പറയുന്നത്. ദെൻ അതിലൊരു കോയിൻ അടുക്കി വെച്ചതുപോലെയുള്ള സ്ട്രക്ചർ ആണ് തൈലക്കോയിഡ്. അതിൽ ഓരോ കോയിനെയും വിളിക്കുന്നതാണ് തൈലക്കോയിഡ്. അതെല്ലാം കൂടെ ചേരുന്നതാണ് ഗ്രാന എന്ന് പറയുന്നത്. Okay, each granum is group of membrane bound sacs called thylakoids. They contain leaf pigments. Okay. Then chloroplast, the membrane system traps light energy. ഇനി നമ്മൾ ക്ലോറോപ്ലാസ്റ്റിൽ നടക്കുന്ന എന്താണെന്നാണ് പറയുന്നത്. Membrane system traps light energy and synthesize ATP and NADPH. It is called a light reaction. Light reaction നടക്കുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ട്രാപ്പ് ചെയ്യാണ്, ലൈറ്റിനെ ട്രാപ്പ് ചെയ്ത് ATP NADPH ഉണ്ടാകുന്നത് മാത്രമാണ് ലൈറ്റ് റിയാക്ഷൻ. അപ്പൊ ഇൻ ടോട്ടൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷന്റെയും ഡാർക്ക് റിയാക്ഷന്റെയും കൂടെയുള്ള ഒരു ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനോട് കൂടുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ലൈറ്റ് റിയാക്ഷൻ കഴിയുമ്പോഴേ ATP NADPH ഉണ്ടാവുന്നത്. ഓക്കെ, ഡാർക്ക് റിയാക്ഷൻ കഴിയുമ്പോഴാണ് ഗ്ലൂക്കോസ് ഓക്സിജനും ഉണ്ടാവുന്നത്. ഓക്കെ, ഇൻ സ്ട്രോമ enzymatic reaction incorporate carbon dioxide into the plant for synthesizing sugar. Okay, അതായത് ഗ്രാനയിലാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്, സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. enzymatic reaction incorporate carbon dioxide into the plant for synthesizing sugar, which intends to form starch. It is called a dark reaction. It does not mean that they occur in darkness or they are not light dependent. അല്ലെ ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കാൻ കാരണം ഡാർക്ക്നെസ് ഉണ്ടെങ്കിലാണ് ഇത് നടക്കുന്നതെന്നല്ല, ലൈറ്റ് ഇതിന് വേണ്ട, അതുകൊണ്ടാണ് അതിനെ ഡാർക്ക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ആവശ്യമായ പിഗ്മെന്റ്സ്, ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള പിഗ്മെന്റ്സ് ആണ്. പിഗ്മെന്റ്സ് ആർ ദ സബ്സ്റ്റൻസസ് that have ability to absorb light at a specific wavelength. Okay, chromatography shows the form leaf pigments in chromatogram. പ്ലെയിൻ ആയിട്ടുള്ള ഏതൊക്കെ പിഗ്മെന്റ്സ്, പിഗ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെയാണ് പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. മെയിൻ ആയിട്ടും ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സ്റ്റാൻഡോഫിൽസ്, കരോട്ടിനോയിഡ്സ് അങ്ങനെയാണ് ഉള്ളത്. ഇതിലെ ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഗ്രീൻ കളേർഡ് ആണ്, ക്ലോറോഫിൽ ബി എന്ന് പറഞ്ഞാൽ യെല്ലോ ഗ്രീൻ കളേർഡ് ആണ്, സ്റ്റാൻഡോഫിൽസ് യെല്ലോ കളേർഡ്, ദെൻ കരോട്ടിനോയിഡ്സ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച് കളേർഡ് ആണ്. ദെൻ ക്ലോറോഫിൽ ബി, സ്റ്റാൻഡോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ് ആർ ആക്സസറി പിഗ്മെന്റ്സ്. ക്ലോറോഫിൽ എ ആണ് മെയിൻ ആയിട്ടുള്ള പിഗ്മെന്റ് എന്ന് പറയുന്നത്, ആക്സസറി പിഗ്മെന്റ്സ് ആണ് ബാക്കിയുള്ളതൊക്കെ. Then functions of accessory pigments എന്ന് പറയുന്നത് they absorb light at a different wavelength and transfer the energy to chlorophyll A. ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന എല്ലാ വേവ്ലെങ്തിലുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് ക്ലോറോഫിൽ എക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നയാളാണ് ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്നും ക്ലോറോഫിൽ എയെ സംരക്ഷിക്കുന്നതും ക്ലോറോഫിൽ ഈ ആക്സസറി പിഗ്മെന്റ്സ് ആണ്. ഓക്കെ, okay, the absorption spectrum and action spectrum coincide closely, showing the photosynthesis is maximum at the blue and red region of the spectrum. ഇതാണ് കൊടുത്തിരിക്കുന്നത്, വേവ് ലെങ്ത് ആണ്, പല ലൈറ്റിന്റെയും വേവ് ലെങ്ത് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, ഈ ഒരു പീക്കിലാണ്, ഇവിടെയാണ് ഫോട്ടോസിന്തസിസ് മാക്സിമം പീക്ക് കാണിക്കുന്നത്. ആ ഒരു പീക്ക് എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റിന്റെ റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ബ്ലൂ ആൻഡ് റെഡ് റീജിയനിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ക്ലോറോഫിൽ എ ആണ് ചീഫ് ആയിട്ടുള്ള എന്താ പറയാ പിഗ്മെന്റ് ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള. ഇനി എങ്ങനെയാണ് ഇനി വേണ്ട ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. പിഗ്മെന്റ്സ് ആർ ഓർഗനൈസ്ഡ് ഇൻടു 2 ഫോട്ടോ സിസ്റ്റംസ്. അപ്പൊ നമ്മളിപ്പോ ഓൾറെഡി പിഗ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഈ പിഗ്മെന്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്ന 2 ഫോട്ടോ സിസ്റ്റംസിലാണ്. ദാറ്റ് ആർ കോൾഡ് ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. These are named in the sequence of their
discovery. Okay, photosystem 1 ആണ് ആദ്യം ഡിസ്കവർ ചെയ്തത്, അതുകൊണ്ട് അതിനെ photosystem 1 എന്ന് വിളിക്കുന്നു. Each photosystem has a chlorophyll A and accessory pigments bound by proteins. Okay, എല്ലാ photosystemത്തിനും ഒരു chlorophyll A ഉണ്ട്, അതുപോലെ തന്നെ accessory pigments bound by proteins ഉണ്ട്. Okay, ഇതാണ് കൊടുത്തിരിക്കുന്നത്. All pigments except one molecule of chlorophyll A form a light harvesting complex. ഇതാണ് light harvesting complex എന്ന് ഈ ടോട്ടൽ പറയുന്നത്. Okay, since chlorophyll A act as a reaction center. ഇതാണ് reaction center. ഇവിടെയാണ് എന്താ പറയാ ബാക്കിയുള്ള ഇത് ഫോട്ടോൺ എന്ന് പറയുന്ന ലൈറ്റ് ആണ്, ലൈറ്റ് വന്ന് വീഴുന്നു, ഈ ഒരു എല്ലാ പിഗ്മെന്റ്സ് വഴിയും ലൈറ്റ് എനർജി ഹാർവെസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഈ റിയാക്ഷൻ സെന്ററിലേക്ക് കൊടുക്കുന്നു. അതായത് ക്ലോറോഫിൽ എ, ചീഫ് ആയിട്ടുള്ള പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിൽ എക്ക് ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ എനർജി ക്ലോറോഫിൽ എ ദെൻ പ്രൈമറി അക്സെപ്റ്ററിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, the PS1, the reaction center absorbs light at 700 nanometer and so called P700. Okay, P700 nanometer wavelength ഉള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ P700 എന്നാണ് പറയുന്നത്. In PS2, reaction center absorbs light at 680 nanometer and so called P680. Okay, light reaction or photochemical phase. ഇതാണ് light reaction എന്ന് പറയുന്നത് in total. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. Okay, light reaction അല്ലെ photochemical phase. Light reactions include light absorption, water splitting, oxygen release, formation of ATP and NADPH. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ATP, NADPH എന്ന് പറഞ്ഞാൽ ഹൈ എനർജി കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ് ആണ്, എനർജി കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ലൈറ്റ് റിയാക്ഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇസഡ് സ്കീം ഓഫ് ലൈറ്റ് റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, then the electron transport എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം when PS2 absorbs red light of 680 nanometer wavelength, the electrons are excited and transferred to an electron acceptor. Okay, ഇവിടെയാണ് photosystem 2 ആണ് ആദ്യം, then photosystem 1. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ PS2 എന്ന് പറയുന്നത് ഇതാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആയിട്ടുള്ള photosystem 2. അത് 680 നാനോമീറ്ററിലുള്ള വേവ് ലെങ്സിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി അത് പ്രൈമറി അക്സെപ്റ്ററിന് കൊടുക്കും, ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ദാറ്റ് ഈ ഇലക്ട്രോൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, ഒരു മോളിക്കൂൾ ഓഫ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും 2 മോളിക്കൂൾ ഹൈഡ്രജനും പ്ലസ് ഒരു ഓക്സിജനും റിലീസ് ആവും. അപ്പൊ അതേലൊപ്പം തന്നെ 2 ഇലക്ട്രോൺ മോളിക്യൂൾസും കൂടെ ഉണ്ട്. ഓക്കെ, ഒരു വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ആയി, അതിനെയാണ് ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ആയിട്ട് 2 മോളിക്യൂൾ ഇലക്ട്രോൺസ്, 2 മോളിക്യൂൾസ് ഹൈഡ്രജൻ, ഒരു ഓക്സിജനും ഫോം ചെയ്യുന്നു. ഈ 2 മോളിക്യൂൾസ് ഇലക്ട്രോൺ ആണ് ഇവിടെ ഈ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് വഴി എനർജി ആയിട്ട് ഇലക്ട്രോൺ പാസ് ചെയ്ത് ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് എത്തുന്നത്. ഓക്കെ, അതായത് ലൈറ്റ് വരുമ്പോഴാണ് ഈ കിട്ടിയ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തി അത് ഇലക്ട്രോൺ അക്സെപ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. ഇലക്ട്രോൺ അക്സെപ്റ്റർ പാസ് them to chain of electron transport system consisting of cytochromes. ഇത് പിന്നെ cytochromes, ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അത് cytochromes ഉണ്ട്. Okay, the movement of electrons is downhill in terms of redox potential scale. downhill ആണ്, അതായത് കൂടുതൽ ഉള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Then the electrons are transferred to the pigments of PS1. പിന്നെ അത് ഇലക്ട്രോൺസ് ഇവിടെ വരും, നമ്മുടെ PS1 ൽ വരും. Okay, then simultaneously electrons in PS1 are also excited when they receive light of 700 nanometer and are transferred to another acceptor molecule having a great redox potential. Okay, വീണ്ടും അത് ഈ ഒരു ഇലക്ട്രോൺ വന്ന് വീണ് അതുപോലെ ഒരു ലൈറ്റ് വരുമ്പോഴത്തേക്കും ഈ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തുന്നു, വീണ്ടും അത് അടുത്ത ഇലക്ട്രോൺ അക്സെപ്റ്ററിന് ട്രാൻസ്ഫർ ആവും. Okay, these electrons are moved downhill to a molecule of NADP+. As a result, NADP+ is reduced to NADPH plus hydrogen. Okay, അതായത് NADP യിലേക്ക് ഈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആയി കഴിയുമ്പോൾ NADPക്ക് റിഡക്ഷൻ സംഭവിച്ച് അത് NADPH ആയിട്ട് മാറും. That transfer of electrons from PS2 to PS1 finally downhill to NADP+ is called a Z scheme. ഈ total of
ഇവിടുന്ന് PS1 നിന്ന് തുടങ്ങി NADP വരെ എത്തുന്ന ആ ഒരു പ്രോസസ് ഡൗൺ ഹിൽ Z സ്കീം എന്ന് പറയുന്നത്. അതിനൊരു സിക്സ് ആഗ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് അല്ലേ. ഓക്കെ, ഓക്കെ, നമ്മൾ ആദ്യം ഫോട്ടോലൈസിസ് പറഞ്ഞു, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ, അതെങ്ങനെയാ നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. The water splitting complex in PS2 is located on the inner side of thylakoid membrane. Okay. Water is split into hydrogen and oxygen and electrons. Okay. ഇവിടെ രണ്ട് വാട്ടർ മോളിക്യൂൾ ആണ് സ്പ്ലിറ്റ് ആവുന്നത്. രണ്ട് വാട്ടർ മോളിക്യൂൾസ് സ്പ്ലിറ്റ് ആവുമ്പോൾ അതിൽ നിന്ന് 4 എന്താ പറയാ മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ, 2 മോളിക്യൂൾസ് ഓഫ് ഓക്സിജൻ, 4 ഇലക്ട്രോൺസും ആണ് generated ആവുന്നത്. Then, so PS2 can supply electrons continuously by replacing electrons from water splitting. Water splitting continuous ആയിട്ട് നടന്ന ഇലക്ട്രോൺസ് കൊടുക്കാനായിട്ട് പറ്റും. Thus, PS2 provides the electrons needed to replace those removed from PS1. അത് അങ്ങനെയാണ് PS1 ൽ നിന്ന് റിമൂവ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കൊടുക്കാനായിട്ടത് പറ്റുന്നത്. The protons are used to reduce NADP to NADPH. ഇവിടെ protons യൂസ് ചെയ്തിട്ടാണ് NADP യിൽ നിന്ന് NADH ഉണ്ടാവുന്നത്. Oxygen is liberated as a byproduct of photosynthesis. So, oxygen generate ചെയ്യുന്നത് byproduct of photosynthesis ആയിട്ടാണ്. Then photophosphorylation എന്നാണ് ഇതിനെ പറയുന്നത്. Okay. The synthesis of ATP by cells is called phosphorylation. Photophosphorylation is the synthesis of ATP from ADP in chloroplast in presence of light. Okay. Photophosphorylation എന്ന് പറഞ്ഞാൽ ATP സിന്തസിസിനെയാണ് photophosphorylation എന്ന് പറയുന്നത്. അത് രണ്ട് രീതിയിലുണ്ട്. നോൺ സൈക്ലിക്കും ഉണ്ട്, സൈക്ലിക്കും ഉണ്ട്. അതാണ് ഇത് നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ. നോൺ സൈക്ലിക് ആണ് ആദ്യം പറയുന്നത്. നോൺ സൈക്ലിക് ആണ് ആദ്യം പറഞ്ഞേക്കുന്നത്. നോൺ സൈക്ലിക് photophosphorylation, അതായത് സൈക്ലിക് അല്ല. It occurs when two photosystems work in a series. PS2 കഴിഞ്ഞിട്ട് then PS1 അങ്ങനെ സീരീസ് ആയിട്ട് നടക്കുന്നതിനെയാണ് എന്താ പറയാ നോൺ സൈക്ലിക് എന്ന് പറയുന്നത്. Through an electron transport chain as seen in the Z scheme. Here ATP and NADPH plus X plus are synthesized. Then it is a non-cyclic process because the electrons lost by PS2 do not come back to it but pass on to NADP plus. അതായത് നോൺ സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇവിടുന്ന് പോകുന്ന ഇലക്ട്രോൺസ് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നില്ല. അതുകൊണ്ടാണ് അതിനെ നോൺ സൈക്ലിക് എന്ന് വിളിക്കുന്നത്. Then cyclic photophosphorylation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it occurs in stroma lamellae when only PS1 is functional. PS1 മാത്രം PS1 functional ആകുമ്പോൾ നടക്കുന്നതാണ്. The electron is saturated when photosystem and ATP synthesis occurs due to cyclic flow of filaments. Cyclic flow നടക്കുന്നത് വഴിയാണ്. ഇതുകൊണ്ട് ഇവിടെയാണ് ATP ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം പിന്നെ വഴി ഇലക്ട്രോൺസ് പാസ് ചെയ്യുമ്പോഴാണ് ഈ ATP ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ അതാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PS1 ൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺസ് തിരിച്ച് വീണ്ടും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം വഴി വീണ്ടും PS1 ലേക്ക് തന്നെ വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, the lamella of grana has PS1 and PS2. The stroma lamellae stroma lamellae membranes lack PS2 and NADP reductase. Stroma lamellae PS2 ഉം NADP reductase ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. The electron does not pass on to the NADP plus but is cycled back to PS1 through electron transport chain. അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് NADP plus ഇല്ലാത്തത് കൊണ്ട് വീണ്ടും ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വഴി തിരിച്ച് PS1 ൽ വരുവാണ്. അതായത് ഇവിടെ ATP സിന്തസിസ് മാത്രമേ നടക്കുന്നുള്ളൂ, NADPH ന്റെ സിന്തസിസ് നടക്കത്തില്ല. ഓക്കെ, അതുപോലെ H+ ന്റെ സിന്തസിസ് നടക്കുന്നില്ല. Cyclic photophosphorylation also occurs when only light of wavelength beyond 680 nanometer are available. Okay, 680 നാനോമീറ്ററിന് മുകളിൽ ലൈറ്റ് കിട്ടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ ആ ഒരു 680 നാനോമീറ്ററിന് മുകളിൽ മാത്രമേ ലൈറ്റ് കിട്ടുന്നുള്ളെങ്കിൽ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ആണ് നടക്കുക. ഓക്കെ, അടുത്താണ് കെമി ഓസ്മോട്ടിക് ഹൈപ്പോസിസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.